എടാ നിനക്ക് ആണത്വമെന്ന് പറയുന്ന ഒന്നുണ്ടോ? ഞാനെങ്ങാനായിരുന്നെങ്കിൽ വീട്ടിൽ കയറി 2 പൊട്ടിക്കുകയും ചെയ്തേനെ. നീ ഇങ്ങനെ ഒരു പാവത്താനായി പോയല്ലോടാ. 15 ലക്ഷം രൂപയാവും പറ്റിച്ചോണ്ട് പോയിരിക്കുന്നത്. എന്നിട്ടിപ്പം അവൻ കേസ് കൊടുത്തിരിക്കുന്നു. ഏതായാലും കോടതി കയറണം. എങ്കിൽ 2 പൊട്ടിച്ചിട്ടകത്ത് കയറിയാൽ അത്രയെങ്കിലും ആശ്വാസം കിട്ടും. അല്ലാതെ അടുത്ത കാലത്ത് നീ കാശ് കിട്ടാൻ പോകുന്നില്ല. ഞങ്ങളെ എന്നാണെന്ന് വെച്ചാൽ ചെയ്തോളാം. നീ അതിനിടയ്ക്ക് കയറി ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ഓരോ കേസുകൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തല്ലി എൻ്റെ കാശ് തിരിച്ചു കിട്ടുമോ? ഇല്ലല്ലോ. വേണ്ട, ഒന്നിനും പോകണ്ട. എടാ നീ ഇനി എന്നാ കൊടുത്ത് അവളെ കെട്ടിച്ചു വിടും? ഇവിടെ വല്ലതും പുഴുങ്ങി വെച്ചിട്ടുണ്ടോ? സമയമാകുമ്പോൾ എൻ്റെ അടുത്തെങ്ങാനും കാശ് ചോദിച്ച് വന്നാൽ 10 പൈസ ഞാൻ തരത്തില്ല കേട്ടോ. തലയും കുറിച്ച് നിൽക്കുന്നവൻ. ഇവനെ പോലെ മുന്നേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പോത്ത് പോലെ വളർന്നില്ലോടാ. എടാ ആണുങ്ങളാണേലേ കുറച്ച് ധൈര്യമൊക്കെ വേണം. വിവരമുള്ളവരെങ്കിലും പറയുന്ന നീ ഒന്ന് കേക്ക്. കേൾക്കും. നീ ഒരു കാര്യം ചെയ്യ്, ഏതായാലും ഈ പേപ്പറിലൊന്ന് സൈൻ ചെയ്യ്. ബാക്കി കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. എടീ വേണ്ട, അടിക്കാനും പിടിക്കാനൊന്നും ഞാനില്ല. പൈസ വേണേ പൊക്കോട്ടെ. എന്നാ തന്നെ കിടന്നൊക്കെ അനുഭവിച്ചു. ഇവനെ പോലെ കഴിവ് കെട്ട ഒരുത്തൻ. ചുമ്മാ അല്ല, നിനക്കൊരു പെണ്ണ് പോലും കിട്ടാത്തത്. എടോ ഞങ്ങളും കൂടെ അനുഭവിക്കേണ്ട സ്വത്താ അത്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അല്ല നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയൊന്നുമല്ലല്ലോ. ചുമ്മാ അല്ല നിനക്ക് ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെ. നീ വാടാ. ഇവനെ പോലെ ഉള്ളവനൊന്നും വർത്താനം പറയാതിരിക്കാൻ നല്ലത്. ആ സമയത്ത് 2 വാഴ വെക്കുവാണേലേ 5-6 കൊല വെട്ടാം. ബായിക്കോട്ടെ. മോനെ, മോനെ, അവര് പോയി അല്ലേ? അവര് പറയുന്നത് കേട്ട് എൻ്റെ മോന് വിഷമമുണ്ടോ? ആരെയും വെറുക്കാനും വിഷമിപ്പിക്കാനും ഒന്നും എൻ്റെ മോന് പറ്റില്ലെന്ന് എനിക്കറിയാം. എന്നെ വിഷമിപ്പിക്കാതിരിക്കാനല്ലേ നീ ഇതൊന്നും എന്നോട് പറയാത്തത്? ചിട്ടി കമ്പനി അടച്ചുപൂട്ടി. ഇനി പോലീസിൽ പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ലെന്ന് അമ്മേ എല്ലാവരും പറയുന്നത്. നമ്മുടെ മാളുവിൻ്റെ കല്യാണത്തിന് പലിശയില്ലാതെ അവർ പൈസ തരാമെന്ന് പറഞ്ഞതുകൊണ്ടമ്മേ ഞാൻ ഉള്ളതെല്ലാം കൂടെ അവിടെ കൊണ്ടുവന്നിട്ടത്. പക്ഷെ അവർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മോനെ, നിന്റെ സങ്കടം ദൈവം കാണുന്നുണ്ട്. എല്ലാവരും ചതിക്കപ്പെടുന്നവൻ്റെയും ഉപേക്ഷിക്കപ്പെടുന്നവൻ്റെയും വേദന അവനെപ്പോലെ അറിയാവുന്നവർ വേറെ ആരുമില്ല. പണ്ട് നിന്റെ അപ്പനെ ഒരുത്തൻ ചതിച്ചതാ. 2 മാസത്തോളം പുള്ളി ഉറങ്ങിയിട്ടില്ല. അന്നും ഇതുപോലൊരു നോമ്പ് കാലമായിരുന്നു മോനെ. തൂമ്പ കൊണ്ട് 4 മുഴം പൊളന്നിരുന്നിട്ടും നിന്റെ അപ്പൻ അതും വെച്ചോണ്ട് കുരിശുമല കയറാൻ പോയി. വീട്ടിൽ വന്നപ്പോൾ 4 മുഴം ചോര ഒലിക്കുമായിരുന്നു. പിറ്റേ ദിവസം കാശ് പറ്റിച്ചോണ്ട് പോയവൻ കാശ് മുഴുവൻ കൊണ്ടു തന്നു. കാശ് മാത്രമല്ല, പലിശയും. അന്നൊന്നും
എനിക്കിത്രയും വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ത്യാഗത്തിനെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വിലയുണ്ടെന്ന്. ആ ചേട്ടായി, ആ പറമാളൂ. എന്നാണ്ട് വിശേഷം? മമ്മിയുടെ മമ്മി കിടക്കുവാടി. ആ പിന്നെ ചേട്ടായി, ആ പൈസയുടെ കാര്യം എന്നായി? അതൊന്നും റെഡി ആയില്ലടി. ചേട്ടായി വിഷമിക്കാതെ, അതൊക്കെ ശരിയാവും. നീ മമ്മിയോട് സംസാരിക്കും. ചേട്ടായി, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ചേട്ടായി സമ്മതിക്കുമെന്ന് പറ. എന്താ നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ചേട്ടായി സമ്മതിക്കുമെന്ന് എനിക്കറിയാം. നീ എന്താന്ന് വെച്ചാൽ മമ്മിയോട് പറ, ഞാൻ മമ്മിക്ക് കൊടുക്കാം. മമ്മി അവളാ മാളു. മോളെ, അതെ, ബാങ്കിൽ പോയിട്ട് വരാൻ ഇച്ചിരി ലേറ്റായി പോയി. അവിടെ നല്ല തിരക്കായിരുന്നു. മമ്മിക്കുള്ള മരുന്ന് ഞാൻ ഇപ്പോൾ കൊടുത്തോളാം. ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. റീന, അത് പിന്നെ ഒരു കാര്യം. എന്താ ജെയിംസ് ചേട്ടാ? റീന നാളെ തൊട്ട് ജോലിക്ക് വരണ്ട. മമ്മിക്കുള്ള മരുന്ന് ഞാൻ എടുത്തു കൊടുത്തോളാം. റീന മറ്റെന്തെങ്കിലും ഒരു ജോലി നോക്കുമോ? ഞാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോണ്ടാണോ ജെയിംസ് ചേട്ടാ? അതല്ല, ഇവിടെ ഇനി ശമ്പളം എല്ലാം എനിക്കറിയാം ജെയിംസ് ചേട്ടാ. ഞാനിവിടെ വരുന്നത് പൈസയ്ക്കല്ല. എൻ്റെ വീടിനേക്കാളും സുരക്ഷിതമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെയാണ്. ദയവ് ചെയ്ത് എന്നെ പറഞ്ഞു വിടരുത്. അനുഭവങ്ങളെ മറികടക്കാനായിട്ട് ദൈവാത്മാവിന്റെ ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ പോത്തിഫറിന്റെ ഭാര്യ അവനെ പാപത്തിന് ക്ഷണിക്കുമ്പോൾ അവൻ ആ പാപത്തിലേക്ക് വീഴുന്നില്ല. എന്തുകൊണ്ടാ? അവന്റെ കരുത്താണോ? അവന്റെ ശക്തിയാണോ? അല്ല, പരിശുദ്ധാത്മാവായ ദൈവമാണ്. ഹലോ. ആ ജെയിംസേ, ഇത് വികാരിച്ചനാ കേട്ടോ. അച്ഛാ, ഈ വർഷത്തെ ദുഃഖവെള്ളിയാഴ്ചത്തെ കുരിശിന്റെ വഴിയിൽ 1-ാം സ്ഥലം ചെല്ലേണ്ടതേ ജെയിംസാ കേട്ടോ. അതൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. അച്ചു. ആ, ഒരു കുഴപ്പമില്ല. ഒന്ന് വായിച്ചൊരുങ്ങി വന്നച്ചാ മതി കേട്ടോ. എന്നാ ശരി, ആയിക്കോട്ടെ. ഒന്നാം സ്ഥലം ഈശോമിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോമിശിഹായി ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു, കുറ്റമില്ലാത്തവന് കുറ്റക്കാരനെ വിധിക്കപ്പെടുന്നു. എങ്കിലും അവിടെ നിന്നെല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എടാ, നീ ഇനി എന്നാ കൊടുത്ത് അവളെ കെട്ടിച്ചു വിടും? ഇവിടെ വല്ലതും പുഴുങ്ങി വെച്ചിട്ടുണ്ടോ? ഇവനെ പോലെ മുന്നേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവനെ പോലെ കഴിവ് കെട്ട ഒരുത്തൻ. എടാ ചുമ്മാ അല്ല, നിനക്കൊരു പെണ്ണ് പോലും കിട്ടാത്തത്. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശ് മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെപ്പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. കുടിക്കാൻ ജെയിംസ് ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? ജെയിംസ് ചേട്ടന് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ചോദിച്ചത് തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ വീടാണ് ഏറ്റവും സുരക്ഷിതമെന്ന് തോന്നുന്നു. ആ വീട്ടിൽ ഞാൻ ഇനി നിന്ന ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല.
എല്ലാവരും കൂടെ ജെയിംസ് ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ നല്ലപോലെ ആലോചിച്ച ഈ ഒരു തീരുമാനം എടുത്തത്. എത്ര വലിയ ഭാരമാണെങ്കിലും അത് ചുമക്കാൻ ഒരാൾ കൂടി ഉണ്ടെന്ന് കരുതിയാൽ മതി. ജെയിംസ് ചേട്ടാ, കുറച്ച് നാരങ്ങ വെള്ളം കൂടി എടുക്കട്ടെ? മധുരം കുറച്ച് കൂടുതലിടാം. ഈശോയുടെ അതിദാരുണമായ വിലാസങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നീക്കുവാമേ. ആരാ മോളെ വിളിച്ചത്? മാളു ആൻറ്റി. അവളെ ഒന്ന് വിളിച്ചു തന്നേ മോനെ. ഹലോ മോളെ, എന്നാ കൊണ്ട് മോനെ വിശേഷം? മമ്മി, ഞാൻ പറഞ്ഞില്ലേ മമ്മി, ദൈവം നമ്മളെ കൈവിടത്തില്ലെന്ന്. ഞാൻ എൻട്രൻസ് പാസ്സായി മമ്മി. അയ്യോ, ആണോ? എന്റെ ഈശോയെ, എനിക്കിനി ഇന്റർനാഷണൽ സ്കോളർഷിപ്പോടെ അമേരിക്ക പഠിക്കാം. എനിക്കറിയത്തില്ല മമ്മി, എത്ര നാളത്തെ നമ്മുടെ കാത്തിരിപ്പിന് ശേഷമാ. മമ്മി, ചേട്ടാ എന്തിയെ? അവൻ എങ്ങാണ്ട് പോയെന്നാ എനിക്ക് തോന്നുന്നേ. നീ അവനെ ഒന്ന് വിളിച്ചു നോക്കണം കേട്ടോ. എന്നാ മോളെ? യാത്രയിൽ ഞാൻ കൂടെ നടന്നിടും, നിൻ കണ്ണുനീർ ഞാനൊപ്പിടും. കൂടെ നടന്നിടും, എന്നും ഞാൻ കൂടെ നടന്നിടും, ആ കൂടെ നടന്നിടും.